ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 129 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദിനം ചിറകളിൽ. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും, പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് നമ്മളിൽ നിന്നുണ്ടാകുന്ന വരങ്ങളെ, അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 4-ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. 4-ാമത് നമ്മളിൽ നിന്നുണ്ടാകുന്ന വരം, ഉപദേശം. അതിന് പഠിപ്പിക്കുക എന്നാണ് അർത്ഥം. നാം പഠിപ്പിക്കണമെങ്കിൽ നാം നന്നായിട്ട് പഠിക്കണം. ഇതിന് ശരിയായ അർത്ഥം ഉപദേശിപ്പാൻ സമർത്ഥന്മാർ ആയിരിക്കണം. നമ്മൾ കഠിന അധ്വാനം ചെയ്യണം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഇനി നമുക്ക് തിമോത്തിയോസ് 5:17 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അക്ഷരികമായ ഒരു ഭരണമല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആ നിലയിൽ നന്നായി ഭരിക്കത്തക്കവണ്ണം ഉള്ള മൂപ്പന്മാർക്ക് അവർക്ക് അംഗീകാരം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. തീർച്ചയായിട്ടും നമ്മൾ ഭരിക്കുക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ആ നിലയിൽ അവരെ നല്ല നിലയിൽ വഴികാട്ടി കൊടുക്കുക എന്നാണ് അർത്ഥം. തീത്തോസിന്റെ ലേഖനം 1:9 പത്യോപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിള് വിട്ട് ഒരു പ്രബോധനമാകരുത്. ബൈബിളിനകത്തുനിന്നുള്ള പത്യ ഉപദേശം പഠിപ്പിക്കണം. കാരണം ഇന്ന് ബൈബിളിൻ്റെ പുറത്തുനിന്ന് ഒരുപാട് പഠനം നടക്കുന്നുണ്ട്. അവസാനം അവർ പറയുന്നൊരു വാക്കാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നും പറഞ്ഞ് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ദൈവവചനത്തിൽ അകത്തുനിന്ന് പഠിക്കണം. ആ പഠിച്ച കാര്യം നാം മറ്റുള്ളവരെ പഠിപ്പിക്കണം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് 1 തിമോത്തിയോസ് 4:13 ഞാൻ വരുവോളം എന്തൊക്കെയാണെന്ന് അറിയാം? വായന. വായിക്കുന്നവൻ വളരും, വളരുന്നവൻ വിളയും. വിളഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനമായി തീരും. വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിക്ക് വികസനം ഉണ്ടാകും, അറിവുകൾ വർദ്ധിക്കും, നമുക്ക് മറ്റുള്ളവരോട് ധൈര്യമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് പ്രബോധനം, നാം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രബോധന വാക്കുകളാൽ അവർക്ക് ധൈര്യം ഉണ്ടാകും. അടുത്ത ഭാഗം പറയുന്നത് ഉപദേശം. നാം എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കണം. സമുദായ ലോകമൊക്കെ പറയുന്നൊരു കാര്യമാണ്, പെന്തക്കോസ്തുകാരെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴേ ആ ആളുകൾ രക്ഷയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് അവർ ഉപദേശം നൽകുന്നു എന്ന് സമുദായത്തിലുള്ള ആളുകൾ പറയാറുണ്ട്. ഇവർക്കൊന്നും മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ താല്പര്യമില്ല. ഇവർ മറ്റുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യമില്ല. കാരണം അവർ രക്ഷയുടെ അനുഭവം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്.
രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് അത് നമുക്ക് വില കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല. അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഉപദേശം പറഞ്ഞിരിക്കും. അത് പറഞ്ഞിരിക്കുന്നത് എന്നിവയിൽ പൗലോസ് പറയും, ശ്രദ്ധിക്കുക തീമോത്തിയോസേ. 1 തീമോത്തിയോസ് 4:16 ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് വിപരീത ഉപദേശകന്മാരുണ്ട്. അതുകൊണ്ട് വരുന്ന കുഴപ്പമെന്ന് പറയുന്നത് കേൾക്കുന്ന ജനം ഏതാ സത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരെ പറ്റി പൗലോസ് ഒരു മൃഗത്തിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്, കൊടിയ ചെന്നായ്ക്കൾ, രക്തദാഹികള ചെന്നായ്ക്കൾ, കൊടിയ ചെന്നായ്ക്കൾ എന്നാണ് ഇവരെ സംബോധന ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, വിപരീത ഉപദേശക്കാരെ ഒന്നും നല്ല പേരിലല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ചെന്നായുണ്ട്, കൊടിയ ചെന്നായ്ക്കളുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ രക്തം കുടിക്കുക, മറ്റുള്ളവരെ കൊല്ലുക. ഇനിയും നമ്മൾ അടുത്തത് പൗലോസ് പറയുന്നത് വചനം പഠിപ്പിക്കണം. വചനം പഠിപ്പിക്കണം. പഠിക്കുന്നവന് എല്ലാ നന്മയ്ക്കും ഓഹരി കൊടുക്കണം. പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്കും ഓഹരി കൊടുക്കണം. എൻ്റെ വിഷയം അതല്ലെങ്കിലും ഇന്ന് ദശാംശം കൊടുക്കല്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ധാരാളമുണ്ട്. ഇവർക്കൊക്കെ ധാരാളം പണം ലഭിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തും പറയാം. നാടും വീടും ഒക്കെ വിട്ട് എല്ലാ ജോലിയും മാറ്റിവെച്ച് കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന ദൈവദാസന്മാരുടെ സാമ്പത്തിക ആ കാര്യങ്ങളിൽ കൈ കടത്തുന്നത് മോശമാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്തെ ഒന്ന് സൂചിപ്പിക്കുക. കാരണം ഞാനിപ്പം ദശാംശത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മളെ പഠിപ്പിക്കുന്നവർ എല്ലാം നന്മയ്ക്കും ഓഹരി കൊടുക്കണം. അഥവാ ഉപദേശം പഠിപ്പിക്കുന്നവർ എന്ന് പറയുന്നത് എന്നർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം വാക്യം. ഇന്ന് 4-ാമത്തെ നമ്മളിൽ നിന്നുണ്ടാകുന്ന വരം ഉപദേശം മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥന വീരന്മാരെ ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് ആവശ്യമാണ്. നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ഫലങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രതികൂലങ്ങൾ നടന്നു വരുന്നെങ്കിലും അവിടെ സഭ ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, 129-ാമത്തെ ക്ലാസ്സിലും പറയുന്നത്, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, അംഗങ്ങളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.